അങ്ങനെ ജലജയ്ക്ക് തിരിച്ചടിയായിട്ട് ജലജയുടെ ഭർത്താവ് വീട്ടിലോട്ട് വരുവാണ്. വിളിച്ചു വരുത്തുന്നത് വേറെ ആരുമല്ല, മുത്തശ്ശൻ തന്നെയാണ്. മുത്തശ്ശൻ പറഞ്ഞിട്ട് തന്നെയാണ് ജയപ്രകാശ് മാറി നിൽക്കുന്നത്. എന്നാ അതേ മുത്തശ്ശൻ തന്നെയാണ് ഇപ്പോ ജയപ്രകാശിനെ വീട്ടിലോട്ട് തിരികെ വിളിക്കുന്നത്. ജലജയെയും അഭിയെയും ഒരു പാഠം പഠിപ്പിക്കാനാണ് അവരെ തിരികെ കൊണ്ടുവരുന്നത്. അങ്ങനെ മുത്തശ്ശൻ അനിയെ റൂമിലോട്ട് വിളിക്കുന്നുണ്ട്. അനി അങ്ങനെ മുത്തശ്ശനെ കാണാനായിട്ട് റൂമിലെത്തുന്നുണ്ട്. മുത്തശ്ശൻ എന്നെ കാണണമെന്ന് പറഞ്ഞു. എന്താ കാര്യം? മോനെ, ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞത് എന്താണെന്ന് നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്താ മുത്തശ്ശ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ നിന്റെയും അനാമികയുടെയും കാര്യം സംസാരിക്കാനായിട്ടാ നിന്നെ വിളിച്ചത്. ഈ വീട്ടില് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം ഓരോ ദിവസം കൂടുന്തോറും കൂടി വരികയാണല്ലോ മോനെ. ഇതിനൊരു തീരുമാനം വേണ്ടേ? മുത്തശ്ശൻ എന്താ പറയുന്നേ? ഞാൻ ക്ഷമിക്കുന്നതിന്റെ പരമാവധി ക്ഷമിച്ചു തന്നെയാ നിൽക്കുന്നത്. അവളുടെ അടുത്ത് ഓരോ ദിവസവും സംസാരിക്കുന്ന പോലും എനിക്ക് ദേഷ്യമായി തുടങ്ങിയിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും പറഞ്ഞാലും അവൾ അതിനൊക്കെ മറുപടി തരുന്നത് മറ്റു പല രീതിയിലോ. അതൊക്കെ കാരണം എനിക്ക് അവളെടുത്ത് സംസാരിക്കാൻ പോലും തോന്നുന്നില്ല. മോനെ അനി, ആദർശും നയനയും എങ്ങനെയായിരുന്നു? രണ്ടുപേരും പരസ്പരം ഏതു നേരവും വഴക്കായിരുന്നില്ലേ? എന്നാ ഇപ്പൊ അങ്ങനെയാണോ? അവരെത്ര നന്നായിട്ടപ്പം മുന്നോട്ട് പോകുന്നത്. അതുപോലെയല്ല അനാമിക. ഏട്ടത്തിയുടെ സ്വഭാവവും അനാമികയുടെ സ്വഭാവവും രണ്ടും രണ്ടാ. ഏട്ടത്തി വന്ന് കയറിയപ്പോ മുതലേ ഏട്ടത്തി എനിക്ക് ഒരുപാട് ഇഷ്ടാ. അത് ഏട്ടത്തിയുടെ സ്വഭാവ ഗുണം കൊണ്ടാ. അന്നും ആദർശേട്ടന് ഏട്ടത്തിയെ ഇഷ്ടമല്ലായിരുന്നു. പിന്നീടല്ലേ ആദർശേട്ടന് എല്ലാം മനസ്സിലായത്. എന്നാൽ ഇത് അതുപോലെയല്ലല്ലോ. ഈ വീട്ടിലെ എല്ലാവർക്കും അവളുടെ സ്വഭാവം അറിയുന്നതല്ലേ അനാമികയുടെ. മുത്തശ്ശനും മുത്തശ്ശിക്കും വരെ എല്ലാ കാര്യങ്ങളും അറിയാം. എന്നിട്ടും എന്തിനാ മുത്തശ്ശ എന്നെ എങ്ങനെ നിർബന്ധിക്കുന്നേ? മോനെ, ഞാൻ പറഞ്ഞു വരുന്നത്, മുത്തശ്ശ എല്ലാവരും കൂടി ചേർന്നിട്ട് എന്റെ ജീവിതം നശിപ്പിച്ചതാ. ഞാൻ പറഞ്ഞതാ എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണെന്ന്. കല്യാണത്തിന്റെ തലേന്ന് വരെ ഞാൻ എല്ലാവരുടെയും കാല് പിടിച്ചതാ. എന്നാ എല്ലാവരും ചേർന്ന് ഈ വിവാഹം നടത്തി തന്നു. എന്നിട്ടിപ്പോ എന്തായി? എന്റെ ജീവിതമല്ലേ നശിച്ചത്. മോനെ, അന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. മോന് ഇത്രയും കൂടുതൽ നന്ദുവിനെ സ്നേഹിച്ചിരുന്നെന്നും ഒക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ബന്ധം ഒരിക്കലും നടക്കില്ലായിരുന്നു. എന്നാ നിന്റെ വിധി ഇതാ മോനെ. അതുകൊണ്ട് നീ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അനാമിക ഒറ്റ മോളാ. വേണുവിനും രേവതിക്കും ഒരുപാട് ലാളിച്ചും കൊഞ്ചിച്ചും തന്നെയാ വളർത്തിയിരിക്കുക. അതുകൊണ്ടാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നാ നീ വേണ്ടേ അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ? നിങ്ങൾ നല്ല പോലെ മുന്നോട്ട് പോയാലല്ലേ ഞങ്ങൾക്കും അത് സന്തോഷം. എന്തൊക്കെ പറഞ്ഞാലും മുത്തശ്ശൻ പറയുന്ന പോലെയൊന്നുമല്ല അവളുടെ സ്വഭാവം. പുറമേ കാണുന്നതിലും എത്രയോ ഭയാനക അവൾ എന്നോട് പെരുമാറുന്നത്. അതൊക്കെ അറിഞ്ഞ മുത്തശ്ശൻ തന്നെ അവളെ പുറത്താക്കും. ഏതു നേരവും സംശയ നന്ദുവിനെ വെച്ചിട്ട്. പിന്നെ എനിക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഫോണിൽ ഒരുപാട് നേരം എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ പറ്റില്ല. എല്ലാറ്റിനും അവള് ഓരോ പ്രശ്നങ്ങൾ കണ്ടെത്തും. ഞാൻ എന്താ ചെയ്യേണ്ടത് മുത്തശ്ശ? ഈ വീട്ടില് നിൽക്കാൻ പോലും എനിക്ക് തീരെ താല്പര്യമില്ല. ഒരു ഞായറാഴ്ച ദിവസം പോലും ഞാൻ പുറത്തോട്ട് പോകുന്നത് എനിക്കിവിടെ സമാധാനം കിട്ടാത്തോണ്ടാ. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ എന്തെങ്കിലും കുറിക്കുമായിരുന്നു. കവിതയൊക്കെ എഴുതി എൻ്റെ മനസ്സ് റിലാക്സ് ആയിരുന്നു. എന്താ ഇപ്പൊ അങ്ങനെയല്ല. എനിക്കൊന്ന് എഴുതാനോ ഒരു ഭാഗത്ത് ഒരുപാട് നേരം ഇരിക്കാനോ ഒന്നും തോന്നാറില്ല. എനിക്ക് ജീവിതം മടുത്ത പോലെയാ മുത്തശ്ശ. എന്താ മോനെ എന്തൊക്കെയാ പറയുന്നേ? മുത്തശ്ശി ചോദിക്കുന്നു. അനി, ഇനി ഞാൻ മോനെ നിർബന്ധിക്കുന്നില്ല. എന്നാലും മോന്റെ ഭാഗത്തുനിന്ന് ഒരു മാറ്റം മുത്തശ്ശൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയിപ്പോ അവളുമായിട്ട് വഴക്കൊന്നും കൂടരുത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മുത്തശ്ശൻ മനസ്സിലാക്കുന്നുണ്ട്. അനി അങ്ങനെ അവിടെ നിന്ന് സങ്കടപ്പെട്ടു പോവാ. മുത്തശ്ശന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇദ്ദേഹം അനി പറഞ്ഞത് കേട്ടോ? അവന്റെ മനസ്സിൽ ഒരുപാട് വേദനയുണ്ട്. ഇങ്ങനെ പോയാല് അവൻ എന്താവുമെന്ന് ഓർത്ത് എനിക്ക് വല്ലാത്ത ടെൻഷനുണ്ട്. നീ ടെൻഷൻ അടിക്കാതിരിക്കുക. അനിയുടെ സ്വഭാവത്തിലും അനാമികയുടെ സ്വഭാവത്തിലൊക്കെ മാറ്റം വരും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീടായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും നവ്യയുടെ റൂമിലോട്ട് പോകുന്നുണ്ട്. നവ്യക്കാണെങ്കിൽ ഇപ്പോൾ വല്ലാത്ത ക്ഷീണമായിരിക്കും. ചെക്കപ്പിന് പോയ സമയത്ത് നവ്യയോട് റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞു കാണും. അങ്ങനെ നവ്യ കിടക്കുമായിരിക്കും. നവ്യയെ കാണാനായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും റൂമിലോട്ട് വരുന്നുണ്ട്. നവ്യ ഇവരെ കാണുന്നതും എഴുന്നേറ്റ് ആ മുത്തശ്ശ എന്നൊക്കെ വിളിക്കുന്നു. മോളെ കിടന്നോ, മോള് കിടന്നിട്ട് വർത്താനം പറഞ്ഞാൽ മതി. വേണ്ട മുത്തശ്ശ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? മോളുടെ മുഖം കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഇത് കേൾക്കുന്നതും നവ്യ അങ്ങ് പൊട്ടിക്കരയുന്നുണ്ട്. എന്താ മോൾക്ക് എന്താ പറ്റിയേ? മോൾ ഇങ്ങനെ കരയാറൊന്നുമില്ലല്ലോ. മോൾക്ക് അത്രയും വിഷമം തട്ടിയെന്ന് തോന്നുന്നു. എന്താ ജലജ എന്തെങ്കിലും പറഞ്ഞോ? അബി എന്തെങ്കിലും പറഞ്ഞോ മോളെ? ഇല്ല, ആരും എന്നെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ അവരുടെയൊക്കെ പെരുമാറ്റം എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അനിയുടെ അമ്മയുടെ കാര്യത്തിൽ എനിക്കൊരു സങ്കടവുമില്ല.
അവരെൻ്റെ അടുത്ത് എങ്ങനെ വേണേ പെരുമാറിക്കോട്ടെ. പക്ഷേ അതൊന്നും എനിക്കങ്ങനെ സങ്കടമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ അങ്ങനെയല്ല, എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ എൻ്റെ ഭർത്താവാ അബി. അവൻ എന്നെ അവഗണിക്കുമ്പോഴാ എനിക്ക് കൂടുതൽ സങ്കടം. എന്നിട്ട് അവൻ എവിടെ? അവനെ അടുത്ത് ഞാൻ ലീവ് എടുത്ത് മോളുടെ കൂടെ ഇരിക്കാനാണല്ലോ പറഞ്ഞിരുന്നത്. അവൻ പുറത്തോട്ട് പോയി. ഓ, അപ്പോ അവൻ കറങ്ങാനായിട്ട് പോയതാ. അവന് ലീവ് കൊടുത്തതേ മോളിലെടുത്ത് കുറച്ചു നേരം ഇരിക്കാനായിട്ടാ. അബി ഇപ്പോ പണ്ടത്തേലും ഒരുപാട് മാറ്റമുണ്ട് മുത്തശ്ശ. അബിക്കിപ്പോ മറ്റു പല ബന്ധങ്ങളും ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. അതെന്താ മോളെ? അവനിപ്പോ പല പെണ്ണുങ്ങളുമായിട്ട് പല ബന്ധങ്ങളുണ്ട് മുത്തശ്ശ. അതൊക്കെ ഞാൻ അറിഞ്ഞു. അവൻ്റെ ഫോണിലും അതുപോലെ അവൻ കോൾ ചെയ്യുന്നതും എല്ലാം എൻ്റെ മുൻപിൽ വെച്ചിട്ടാ അവൻ ഓരോന്ന് ചെയ്യുന്നേ. അതൊക്കെ കാണുമ്പോഴാ എനിക്ക് കൂടുതൽ സങ്കടം. അവൻ്റെ കുഞ്ഞല്ലേ മുത്തശ്ശ എൻ്റെ വയറ്റിൽ കിടക്കുന്നേ. ആ ഒരു പരിഗണനയെങ്കിലും അവൻ എനിക്ക് തരണ്ടേ മുത്തശ്ശ. അതൊക്കെ ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. മോള് സങ്കടപ്പെടാതിരിക്കുക. ഈ സമയത്ത് ഇങ്ങനെ കരയാനൊന്നും പാടില്ല. പണ്ടത്തെ നയനയാണെങ്കിൽ സ്വത്തിനും പണത്തിനും വേണ്ടി മാത്രമായിരുന്നു ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത്. എൻ്റെ ആ ഒരു ചിന്ത കാരണ എനിക്ക് ഇങ്ങനെയൊക്കെ അവസ്ഥ വന്നത്. അല്ലായിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയേനെ. എന്നാൽ ഇപ്പം ഞാൻ അങ്ങനെയല്ല. എൻ്റെ ഭർത്താവ് പോലും എന്നെ സ്നേഹിക്കുന്നില്ല. ഞാൻ എന്തിനാ ജീവിക്കുന്നതെന്ന് പോലും എനിക്കിടയ്ക്ക് തോന്നിപ്പോവാ മുത്തശ്ശി. ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും മുന്നോട്ട് ജീവിക്കണ്ടേ? മോൾ എന്തൊക്കെയാ പറയുന്നേ? മോൾ അങ്ങനെയൊന്നും ആലോചിക്കില്ലേ? മോളുടെ കുഞ്ഞ് ഈ വീട്ടിലത്തെ ആദ്യത്തെ പേരക്കുട്ടിയാ, ഞങ്ങളുടെ പേരക്കുട്ടി. ഇനിയിപ്പോ അവനും ജലജയും എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ അതൊന്നും വകവെക്കാനേ പോകുന്നില്ല. മോൾ ഈ വീട്ടിലെ മരുമകളായിട്ട് എന്നും ഇവിടെ തന്നെ ഉണ്ടാവും. മോൾ ഇനി വിഷമിക്കാതിരിക്കുക. മോൾക്ക് എപ്പോഴും ഈ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ തന്നെ ഉണ്ടായിരിക്കും. മോള് കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. ഇനി ഇതുപോലെ കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ നിന്ന് പോരുന്നു. ഇതൊന്നും കാണുന്നില്ലേ? ആ കുട്ടിയുടെ സങ്കടം നമ്മൾ എവിടെ വെച്ചിട്ടാ തീർക്കുക? ഒരു ഗർഭിണിയായ കുട്ടിയാ. അവളുടെ സങ്കടം മാറ്റാൻ പോലും നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ. നീ വിഷമിക്കാതിരിക്കുക. ഇതിനൊരു പരിഹാരേ എൻ്റെ കയ്യിലുണ്ട്. ജലജയെയും അതുപോലെ അവൻ്റെ മകൻ അഭിയെയും ഒതുക്കാനുള്ള വിധിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാനെന്തായാലും ജയപ്രകാശിനൊന്ന് വിളിക്കട്ടെ. പ്രകാശിനെ എന്തിനാ വിളിക്കുന്നേ? അവനിങ്ങ് വരട്ടെ. അവൻ വന്നാലേ ജലജയും അഭിയും ഒതുങ്ങൂ. അതുകൊണ്ട് അവനെ ഞാൻ വിളിക്കാൻ വേണ്ടി പോവാ. അങ്ങനെ മുത്തശ്ശൻ ജയപ്രകാശിനെ വിളിക്കുന്നുണ്ട്. ആ അച്ഛാ, അച്ഛന് സുഖല്ലേ അച്ഛാ? ആ മോനെ, എനിക്ക് സുഖ. മോനവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അച്ഛനും അമ്മയ്ക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? വെറുതെ വിളിച്ചതാണോ? ആ മോനെ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. രോഗമൊക്കെ പൂർണ്ണമായിട്ട് മാറി. ഞാൻ മോൻ്റെ അടുത്ത് ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എന്താ അച്ഛാ? എന്താ കാര്യം? മോൻ എത്രയും വേഗം ഇങ്ങോട്ട് വരണം. അതെന്താ അച്ഛാ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരണമെന്ന് പറയുന്നേ? ജലജയുടെ സ്വഭാവേ പഴയതിലും ഭീകരമായിക്കൊണ്ടിരിക്കുക. ജലജയുടെ മാത്രമല്ല, നിന്റെ മോൻ്റെയും. അവൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു പെൺകുട്ടി ഇവിടെയുണ്ട്. ആ പെൺകുട്ടി 6 മാസം ഗർഭിണിയാ. ആ കുട്ടി ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ ഞാൻ നിന്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയുന്നേ. എന്തു പറ്റിയച്ചാ? അവളിവിടെ എന്തൊക്കെയാ ആ കുട്ടിയെ കാണിക്കുന്നതെന്നറിയോ? ആ കുട്ടിയാണെങ്കിൽ ഇന്ന് കരഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു. ഇനിയും ഇത് വെച്ച് നീട്ടാൻ പറ്റില്ല. നീ എന്തായാലും ഇങ്ങോട്ട് വാ. അവളെ നീ പറഞ്ഞാലേ അനുസരണയുള്ള ഒരു പാവയെ പോലെ നടത്താൻ പറ്റൂ. നിന്നെ മാത്രമേ അവൾക്കൊരു പേടിയുള്ളൂ. അതുകൊണ്ടേ നീ എത്രയും വേഗം ഇങ്ങോട്ട് വാ. ശരി അച്ഛാ, ഞാനെന്തായാലും നാളെ തന്നെ അങ്ങോട്ട് വരാം എന്നും പറഞ്ഞ് പ്രകാശൻ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും. മുത്തശ്ശൻ പറഞ്ഞ പ്രകാരം ജയപ്രകാശൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇത് കാണുന്ന ജലജയും അഭിയും ഒന്നും ഞെട്ടുന്നുണ്ട്. അഭിയാണെങ്കിൽ ആകെ കൂടെ വിറച്ചാണ് നിൽക്കുന്നത്. പ്രകാശിനെ കാണുമ്പോൾ നമ്മുടെ നവ്യ ചോദിക്കുന്നുണ്ട് അഭിയുടെ അടുത്ത്, അഭി ഇതാരാ വന്നിരിക്കുന്നേ? അഭിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. പെട്ടെന്ന് തന്നെ പ്രകാശിന്റെ അടുത്തോട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ചെല്ലുന്നുണ്ട്. ആ മോനെ, എത്ര നാളായി മോനെ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്താ എൻ്റെ ഭാര്യയും മോനും എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ നിൽക്കുന്നേ? ഇത് കേട്ട് നവ്യ ഒന്ന് ഞെട്ടുവാണ്. അഭിയുടെ അച്ഛനോ? എന്താ ജലജെ, നിനക്കൊന്നും എൻ്റെ അടുത്ത് പറയാനില്ലേ? അല്ല, നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ എന്നെ ഒന്നും ഫോൺ ചെയ്യാറ് പോലുമില്ല. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇവിടെ ആർക്കും സ്വത്തൊന്നും വെറുതെ കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങളെ വന്ന് വിളിച്ചോളാം. മര്യാദയ്ക്ക് ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. ഇത്രയും നാളും ഇല്ലാത്ത സ്നേഹമൊന്നും ഇനി എനിക്കും എൻ്റെ മോനും ആവശ്യമില്ല. അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ വല്ല ഭാര്യയും മക്കളൊക്കെ ഉണ്ടാവും. അവരെ കൂടെ പോയി ജീവിക്കുക. ഇതൊക്കെ കേട്ട് ആങ്ങി ഓങ്ങി ഒരെണ്ണം ജലജയ്ക്കങ്ങ് വെച്ചു കൊടുക്കുകയാണ്. ആകെ കണ്ണ് തള്ളിയാണ് അഭിയും നവ്യൊക്കെ നിൽക്കുന്നത്.
അച്ഛ, ഇയാള് ചെയ്തത് അച്ഛൻ കണ്ടോ? എന്നെ തല്ലി. നിനക്കത് കിട്ടേണ്ടത് തന്നെയാ. നീ ചോദിച്ചു വാങ്ങിയതല്ലേ. അതുകൊണ്ടേ ഞാനൊന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല. നിങ്ങള് എന്നെ തല്ലാനായിട്ടാണോ ഇങ്ങോട്ട് വന്നത്? ഞാനിവിടെ സമാധാനത്തോടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് കണ്ടൂടാ അല്ലേ? അതുകൊണ്ടാ നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നേ. ഇപ്പൊ നിനക്ക് ഒന്നേ കിട്ടിയുള്ളൂ. ഇനിയും നിന്റെ വായ തുറന്നാലേ ഇതിലും കൂടുതൽ നിനക്ക് കിട്ടും. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോ. താൽക്കാലികമായിട്ട് കുറച്ച് നാളത്തേക്ക് ഞാൻ ഇവിടെ നിന്നും മാറി നിന്നതാ. അതെന്റെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് കരുതിയിട്ട് എന്നേക്കുമായിട്ട് നിന്നെ ഉപേക്ഷിച്ചു പോയതൊന്നും അല്ല. അബിയോട് പറയുന്നുണ്ട് നവ്യ. എടാ, നിന്റെ അച്ഛൻ നിന്നെ പോലെയൊന്നുമല്ല. ആളൊരു പുലി തന്നെയാ. നിന്റെ അമ്മ നിൽക്കുന്ന കണ്ടോ? അനുസരണയുള്ള ഒരു പൂച്ചക്കുട്ടിയെ പോലെ. എന്തായാലും കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് നവ്യ നിൽക്കുക. നവ്യയുടെ അടുത്തോട്ട് ജയപ്രകാശൻ വരുന്നുണ്ട്. മോളെ, മോൾക്ക് സുഖമല്ലേ? ആ അച്ഛാ, എനിക്ക് സുഖ. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അച്ഛാ, കുഴപ്പമൊന്നുമില്ല. അബിയുടെ മുഖത്തോട്ട് ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുകയാണ്. അബിയാണെങ്കിൽ തല താഴ്ന്ന് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അച്ഛൻ വന്നതോടുകൂടി അവിടെ നിന്ന് അങ്ങ് മുങ്ങുന്നുണ്ട് അബി. പിന്നീടായിട്ട് പ്രകാശന്റെ അടുത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ ഒരുപാട് യാത്ര ചെയ്ത് വന്നതല്ലേ, പോയി ഫ്രഷ് ആയിട്ട് വാ എന്നും പറഞ്ഞ് പോകുന്നുണ്ട്. ജലജയോട് പറയുന്നുണ്ട്, എൻ്റെ ബാഗ് എടുത്തിട്ട് എൻ്റെ പുറകെ വാ എന്നും പറഞ്ഞ് ജലജ ബാഗും എടുത്ത് ജയന്റെ പുറകെ പോവാണ്.